നമസ്കാരം. തന്നെക്കാൾ മുകളിൽ ആരും ഉണ്ടാകരുതെന്നും തച്ചിൽ പെരുന്തച്ചൻ മതിയെന്നുമുള്ള അത്യാഗ്രഹം മൂത്ത് തന്റെ മകനെ കൊന്നൊടുക്കിയ തച്ചന്റെ കഥ പറയിപ്പറ്റ പന്തിരുകുലത്തിലെ മനുഷ്യന്റെ അധികാരദുരയെ ഉയർത്തിക്കാട്ടുന്നതാണ്. സമാനമായി തനിക്കുമേൽ ആരും വരരുത് എന്ന ക്രൂരമായ ചിന്താഗതിയാണ് വടക്കൻ കൊറിയയുടെ ക്രൂരനും ഏകാധിപതിയുമായ കിം ജോങ് ഉന്നിനുള്ളത്. തന്നെക്കാൾ ജനപ്രീതി നേടിയ സഹോദരി കിം യോ ജോങ്ങിനെ വടക്കൻ കൊറിയയുടെ ക്രൂരനും ഏകാധിപതിയുമായ ഭരണാധികാരി കിം ജോങ് ഉൻ കൊന്നുകളഞ്ഞോ എന്നാണ് ലോകത്തിന്റെ മറ്റൊരു സംസാര വിഷയം. അസോസിയേറ്റ് പ്രസ് ഉൾപ്പെടെയുള്ള വാർത്താ ഏജൻസികൾ ഈ സംശയം പ്രകടിപ്പിക്കുന്നതിന് കാരണമുണ്ട്. മറ്റൊന്നുമല്ല, കുറെ നാളായി സഹോദരിയെ വേദികളിലൊന്നും കാണുന്നതേയില്ല. പകരം കിം ജോങ് ഉൻ തന്റെ 13-കാരിയായ മകളെ അടുത്ത പ്രസിഡന്റായി വാഴിക്കാൻ പോവുകയാണ് എന്ന വാർത്തകളും പരക്കുകയാണ്. ശരീരത്തിൽ കൊഴുപ്പടിഞ്ഞുകൂടി അമിതവണ്ണം മൂലമുള്ള ഗൗരവതരമായ ആരോഗ്യ പ്രശ്നം നേരിടുന്ന കിം ജോങ് ഉൻ ഏത് നിമിഷവും മരണപ്പെടാമെന്ന സാഹചര്യമാണ് പകരം ഭരണാധികാരിയെ തേടാൻ അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്നതെന്നാണ് ചർച്ചകൾ. നേരത്തെ സഹോദരി കിം യോ ജോങ്ങിനെ പ്രധാന വേദികളിൽ കൂടെ കൊണ്ട് നടക്കുക അദ്ദേഹത്തിന്റെ പതിവായിരുന്നു. വളരെ പ്രസന്നമതിയായ കിം യോ ജോങ് അതിവേഗം മറ്റു രാജ്യങ്ങളുടെയും മാധ്യമങ്ങളുടെയും പ്രിയങ്കരിയായി. തന്നെക്കാൾ സഹോദരിക്ക് മാധ്യമ ശ്രദ്ധയും അധികാരവും ജനപ്രീതിയും കിട്ടുന്നത് കിം ജോങ് ഉന്നിനെ കുറച്ചൊന്നുമല്ല ദേഷ്യം പിടിപ്പിച്ചിരുന്നത്. ഇതുമൂലം ഇദ്ദേഹം സഹോദരിയെ പാടെ തള്ളിക്കളയുകയായിരുന്നു. പൊതുവേദികളിൽ കൊണ്ടുവരാതെയായി. ഇപ്പോൾ അവരെ വധിച്ചിട്ടുണ്ടാകുമോ എന്ന അഭ്യൂഹവും പരക്കുകയാണ്. ക്രൂരതയുടെ പര്യായപദം കൂടിയാണ് വടക്കൻ കൊറിയ ഭരിക്കുന്ന ഏകാധിപതിയായ പ്രസിഡന്റ് കിം ജോങ് ഉൻ എന്ന് പറയേണ്ടതില്ല. തെക്കൻ കൊറിയയുടെയും ഹോളിവുഡിന്റെയും സിനിമകൾ കണ്ടു എന്ന കുറ്റത്തിന് 2 കൗമാരക്കാരെ വധിച്ചത് ഈയിടെയാണ്. തന്റെ അഭിപ്രായത്തിനെതിരായി പ്രവർത്തിക്കുന്ന പലരെയും അദ്ദേഹം പട്ടിണി കിട്ടുകൊണ്ടിട്ടുണ്ട്. പിതാവിന് ശേഷം വടക്കൻ കൊറിയയിലെ രണ്ടാമനായ അമ്മാവൻ ജോങ് സോങ് തീക്കിനെ വഞ്ചനാകുറ്റം ആരോപിച്ച് തല വെട്ടിക്കളയുകയായിരുന്നു കിം ജോങ് ഉൻ. അദ്ദേഹത്തിന്റെ തലയില്ലാത്ത ഉടൽ പ്രദർശിപ്പിക്കുകയും ചെയ്തു. മറ്റ് അഴിമതിക്കാർക്കും വഞ്ചകർക്കുമുള്ള പാഠം എന്ന നിലയിലായിരുന്നു ഇത്. സാധാരണ കുട്ടികൾക്ക് അനുവദനീയമല്ലാത്ത നീളൻ മുടിയും വില കൂടിയ ഡിസൈനർ വസ്ത്രങ്ങളും ധരിച്ചാണ് മകൾ കിം ജു ആയി പൊതുപരിപാടിയിൽ ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഭരണകൂടത്തിലെ രണ്ടാമത്തെ ഉയർന്ന നേതാവിനെ പോലെയാണ് അവർക്ക് ഔദ്യോഗിക പരിപാടിയിൽ പരിഗണന ലഭിക്കുന്നതും. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഔദ്യോഗിക പരിപാടികളിൽ കിം ജോങ് ഉന്നിനൊപ്പം സജീവ സാന്നിധ്യമായി മകൾ കിം ജു ആയി ഉണ്ടായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് അഭ്യൂഹങ്ങൾ ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. പിൻഗാമിയാകുന്നതിന് തൊട്ടു മുന്നോടിയായുള്ള പരിശീലന ഘട്ടത്തിലാണ് കിം ജു ആയി എന്നാണ് റിപ്പോർട്ട്. കൊറിയൻ പീപ്പിൾസ് ആർമിയുടെ വാർഷിക ആഘോഷത്തിന് മകൾ സജീവമായി പങ്കെടുത്തിരുന്നു. കിം ജോങ് ഉന്നിന് തൊട്ടടുത്ത കസേരയിലാണ് മകൾ ഇരുന്നത്. മകളെ പോലെയല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവിനെ പോലെയായിരുന്നു ഇവർ ഇരുന്നത്. കുസുംസാൻ പാല സന്ദർശന വേളയിലും കിം ജോങ് ഉന്നിനൊപ്പം മകൾ കിം ജു ആയും പങ്കെടുത്തിരുന്നു. 2022 നവംബറിലാണ് കിം ജോങ് ആയി ആദ്യമായി പൊതുവേദിയിൽ എത്തിയത്. ദീർഘദൂര മിസൈൽ പരീക്ഷണ വേദിയിലായിരുന്നു കിം ജോങ് ആയി പ്രത്യക്ഷപ്പെട്ടത്. അതിനുശേഷം ആയുധ വിക്ഷേപണങ്ങൾ, സൈനിക പരേഡുകൾ, ഫാക്ടറി സന്ദർശനങ്ങൾ തുടങ്ങിയ പരിപാടികളിൽ കിം ജോങ് ആയി സാന്നിധ്യം അറിയിച്ചിരുന്നു. കഴിഞ്ഞ സെപ്റ്റംബറിൽ ബീജിംഗിൽ നടന്ന ചൈനീസ് ഉച്ചകോടിയിലും കിം ജോ ആയി പങ്കെടുത്തിരുന്നു. കടുത്ത പുരുഷാധിപത്യം നിലനിൽക്കുന്ന ഉത്തര കൊറിയൻ സമൂഹത്തിൽ ഒരു പെൺകുട്ടി പിൻഗാമിയാകുന്നത് നിരീക്ഷകർ ഇപ്പോൾ അത്ഭുതത്തോടെയാണ് കാണുന്നത്. കിം ജോങ് ഉന്നിന് ഒരു മകൻ ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ടെങ്കിലും ജു ആയിയെ മാത്രമാണ് ഇദ്ദേഹം ഔദ്യോഗികമായി ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. മകളാകുമ്പോൾ താൻ പറയുന്നത് കേട്ട് ഒരു പാവക്കുട്ടിയെ പോലെ, റബ്ബർ സ്റ്റാമ്പ് പോലെ അവിടെ ഇരുന്നോളും. എല്ലാവർക്കും പ്രിയങ്കരി കൂടിയായ അനിയത്തിയെ വാഴിച്ചാൽ തന്റെ ചരിത്രത്തിന്റെ ഗതി തന്നെ മാറുമെന്ന് കിമ്മിനറിയാം. ആർക്കും സംശയമൊന്നുമില്ലല്ലോ. ഇപ്പോൾ തന്റെ പിൻഗാമിയായി ഇദ്ദേഹം 13-കാരിയായ മകളെ വാഴിക്കുമെന്ന വാർത്തകൾ വല്ലാതെ പുറത്തു വരികയാണ്.